ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. അതിൽ ബ്രാഞ്ചിങ് ലൂപ്പിംഗ് ടൈപ്പ് ഉണ്ട്. ബ്രാഞ്ചിങ്ങിൽ ഇഫും സ്വിച്ചും ഗോ ടുവും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ലൂപ്പിംഗ് ആണ് ഉള്ളത്. ലൂപ്പിങ്ങിൽ 3 ടൈപ്പാണ്: വൈൽ, ഡു വൈൽ, ഫോർ ലൂപ്പ്. അപ്പോൾ ഈ 3 ടൈപ്പിനെ കുറിച്ച് അതിൻ്റെ എക്സാമ്പിൾസും ഇന്ന് ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരു ലൂപ്പിന് 4 എലമെന്റുകൾ കാണും. ഒരു ലൂപ്പിന് 4 എലമെന്റുകൾ കാണും. ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫിനുള്ളിലൊക്കെ കണ്ടീഷൻ എഴുതില്ല, സെയിം സംഭവം. കണ്ടീഷൻ, updation or updating statement. അതുപോലെ ബോഡി ഓഫ് ലൂപ്പ്. അപ്പൊ ഈ 4 എണ്ണമാണ് ലൂപ്പ് എലമെന്റ്സ്. ഒരു ലൂപ്പ് എഴുതുമ്പോൾ ഈ 4 കാര്യങ്ങളും കമ്പൽസറി ആയിട്ട് ഈ 4 ലൂപ്പ് എലമെന്റുകളും കമ്പൽസറി ആയിട്ട് ആ ലൂപ്പിൽ വേണം. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഗ്രാമിൽ നമ്മൾ ഇൻഡ് എ, ഫ്ലോട്ട് എ അല്ലെങ്കിൽ ക്യാർ str എന്നൊക്കെ പറഞ്ഞ് എഴുതത്തില്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് വേരിയബിൾ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ a = 5 അല്ലെങ്കിൽ b = 2.5 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഒരു വേരിയബിളിന് വാല്യൂ സെറ്റ് ചെയ്യുന്നതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ വേണ്ടത്. സെക്കൻഡ്, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇഫും സ്വിച്ചിലും ഒക്കെ കണ്ടീഷൻ കണ്ടതാണ്, എക്സ്പ്രഷൻ കണ്ടതാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയായിരിക്കും. ഏജ് > 18 അല്ലെങ്കിൽ മാർക്ക് <22 എന്നൊക്കെ പോയി നമ്മൾ എഴുതിയില്ല. അതൊക്കെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ. തേർഡ് വൺ നമുക്ക് വേണ്ടത് അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നമുക്ക് വെറുതെ കൊണ്ട് മനസ്സിലാകത്തില്ല. ലൂപ്പിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വേരിയബിളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞു വേരിയബിളിൽ ഒരു വാല്യൂ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് സെറ്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുത്തു. 1 വെച്ച് കൂട്ടുക, 2 വെച്ച് കൂട്ടുക എന്നുള്ളതൊക്കെ. അതിനെയാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ. ഇനി ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വിച്ച് എന്നുള്ള സിൻടാക്സ് എഴുതിയപ്പം അതിന്റെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത കുറച്ച് കോഡ് എഴുതിയിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ. അപ്പോൾ കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്ന സംഭവങ്ങളെയാണ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ ലൂപ്പിലും കേളി ബ്രാക്കറ്റിലെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതും. അതിന് ലൂപ്പ് എന്ന് പറയും. ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഫോർ, വൈൽ, ഡു വൈൽ. ഈ 3 എണ്ണം പഠിക്കുമ്പോഴും ഈ 4 ലൂപ്പിംഗ് എലമെന്റുകൾ അതിനുള്ളിൽ ഉണ്ടെന്നുള്ളത് കൺഫേം ആക്കിക്കൊള്ളുക. സിൻടാക്സിൻ്റെ അകത്ത് ഈ 4 ലൂപ്പിംഗ് എലമെന്റ് കാണും. സിൻടാക്സ് വെച്ചിട്ട് എക്സാമ്പിൾ എഴുതുമ്പോഴും ഈ 4 എണ്ണവും കാണണം, മറക്കരുത്. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ 4 എലമെന്റ്സ് ഉണ്ട് ഏതൊരു ലൂപ്പ് എഴുതണമെങ്കിലും. ആ 4 എലമെന്റ്സും ഫോർ ലൂപ്പിന്റെ സിൻടാക്സിലുണ്ട്, അത് മറന്നു പോരുത്. ഫോർ എന്നുള്ളത് കീവേഡ് ആണ്. ഇനി കീവേഡിന് ശേഷം ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതാൻ. ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം നമ്മുടെ ആദ്യത്തെ ലൂപ്പ് എലമെന്റ് ആയ ഇനിഷ്യലൈസേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് സെമികോളൻ ആണ് ഇടേണ്ടത്, മറക്കരുത്. കോമ കുത്ത് വേറെ ഒന്നും വർക്ക് ചെയ്തില്ല, സെമികോളൻ തന്നെ ഇടേണ്ടത്. സിൻടാക്സിലുള്ളതാണ്. നെക്സ്റ്റ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ എഴുതുക, പിന്നെയും സെമികോളൻ, അടുത്തത് അപ്ഡേഷൻ എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ലൈനിൽ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത്രയാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ ലൂപ്പ് തീരുമ്പോൾ സെമികോളൻ ഇട്ടിട്ടില്ല. അതേസമയത്ത് ഫോർ ലൂപ്പിന്റെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഇനിഷ്യലൈസേഷനെയും ടെസ്റ്റ് എക്സ്പ്രഷനെയും അപ്ഡേഷനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമികോളൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു പോരുത്. കാരണം സാധാരണ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ പൊതുവെ വരുത്തുന്ന ഒരു എററാണത്. ഇവിടെ സെമികോളന് പകരം വേറെ കോമ വല്ലതും ഇടും, തെറ്റാണ്. അപ്പോൾ ഇതാണ് സിൻടാക്സ്. ഒന്ന് എഴുതിയെടുത്തോളൂ. എക്സാമ്പിളിലേക്ക് പോകാം. ഈ പോർഷൻസ് മാത്രം മാറ്റിയാൽ പോലും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ ഒരു നമ്പർ മുതൽ വേറെ ഏതെങ്കിലും ഒരു നമ്പർ വരെ, അതായത് 2 ലിമിറ്റ് എടുക്കുന്നു ഞാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 തൊട്ട് 10 വരെ ആണെങ്കിൽ
1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതണം എന്ന് വയ്ക്കാം. അപ്പൊ എന്ത് ചെയ്യുക, 1 മുതൽ 10 വരെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ വാല്യൂ 1 ആണ്, മാക്സിമം 10 വരെ പോകാം അല്ലേ. അപ്പൊ ഫസ്റ്റ് വാല്യൂ 1 ആണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു വേരിയബിൾ വേണം. അപ്പൊ ഞാൻ ആദ്യത്തെ വേരിയബിളിനെ, ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിളിന് ഐ എന്നോ ജെ എന്നോ എ എന്നോ എന്ത് പേരുകളാണെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഐ എന്ന് കൊടുക്കാൻ വേണം. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്, വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യും. അതായത് ഐ എന്ന വേരിയബിളിനെ ഞാൻ ഒരു നമ്പർ സെറ്റ് ചെയ്യും. നമ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഐ എന്നുള്ള വേരിയബിൾ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 മുതലാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 1, ഐയുടെ വാല്യൂ 1. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും ഇവിടുത്തെ, അത് കണ്ടീഷൻ എന്താണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെയാണ് പോകേണ്ടത്. അപ്പൊ മാക്സിമം എത്ര വരെ പോകാം, 10. അതായത് 10 അതിനെക്കാട്ടി ചെറുതോ വരെയല്ലേ എടുക്കത്തുള്ളൂ. അപ്പൊ ഞാനിവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ പോകാവുന്നുള്ളതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിന്റ് ചെയ്യേണ്ടത് ഐയുടെ വാല്യൂ ആണ്. ഐയുടെ വാല്യൂ 1 2 3 4 എന്ന് 1 കൂടി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 1 കൂടി പോകുന്നതിനെ ഒരു വാല്യൂ വെച്ച് ഓട്ടോമാറ്റിക്കലി കൂടി പോകാൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്ററിന്റെ കൂടെ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ബൈ ഡീഫോൾട്ട് 1 കൂട്ടും, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ബൈ ഡീഫോൾട്ട് 1 കുറയ്ക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇൻക്രിമെന്റ് ചെയ്യേണ്ട വേരിയബിൾ ഐ ആണ്. സോ ഞാൻ ഐ പ്ലസ് പ്ലസ് എന്ന് എഴുതി. പ്ലസ് ഐ എന്ന് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. അതുപോലെ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 അങ്ങനെയും എഴുതാം. അത് ഈ ഒരു ഇതിന് പകരം നിങ്ങൾക്ക് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഇങ്ങനെ എഴുതാം, ഓർ പ്ലസ് ഐ. ഈ റൊട്ടേഷൻ നമുക്ക് റെപ്രസെന്റ്, ഈ മൂന്നിൽ ഏത് രീതിയിൽ എഴുതിയാലും മതി. ശ്രദ്ധിക്കുക. ഇനി ബോഡി ഓഫ് ദ ലൂപ്പ് എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്, ഐ അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ബോഡിയിൽ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് എഫ്. മെസ്സേജ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുക. ഐയുടെ വാല്യൂ ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡബിൾ കോട്ട്സിന്റെ ആവശ്യമില്ല. ഇതാണ് പ്രോഗ്രാം. അപ്പൊ ഇനിഷ്യലൈസേഷൻ എഴുതി, ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതി, അപ്ഡേഷൻ എഴുതി, ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതി. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് സെമിക്കോളാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആദ്യം ഐയുടെ വാല്യൂ 1 തുടങ്ങിയിരിക്കുന്നത്, 1 ആണ്. ഇനി ആ 1 എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണല്ലോ, ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, പ്രിന്റ് എഫ് ഐ. അപ്പോൾ ഐയുടെ വാല്യൂ 1 എന്നുള്ളത് ഔട്ട് സ്ക്രീനിൽ വരും. അതിനുശേഷം എന്ത് ചെയ്യും, 1 എന്നുള്ള വന്നു കഴിഞ്ഞാൽ നേരെ പിന്നെ ഇവിടുന്ന് പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. ഐ പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ 1 കൂട്ടി, 1 ആയിരുന്നത് 1 കൂടപ്പോൾ 2 എന്നുള്ളത് ഇപ്പൊ ഐയുടെ വാല്യൂ 2 ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി കമ്പയറിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല, ഔട്ട്പുട്ട് അത്ര നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഐയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പൊ പ്രിന്റ് ഐ, ഇപ്പൊ 2 എന്നുള്ളത് വരും. അതുപോലെ നെക്സ്റ്റ് 3 4 5 6 7 8 അങ്ങനെ പ്രിന്റ് സ്ഥലത്തോടാണ് സ്ഥലത്തോട്ട് എഴുതുന്നത്. പ്രിന്റ് 9 വന്നു. ഓക്കെ, 9 പ്രിന്റ് ആയി. നെക്സ്റ്റ് 9 പ്രിന്റ് ആയി കഴിയുമ്പോൾ ഐ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ 10 ആവും. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ കറക്റ്റ് ആണല്ലോ, അപ്പൊ അതും പ്രിന്റ് ആവും. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി ഐയുടെ വാല്യൂ എന്ത് ഇൻക്രിമെന്റ് ആയി, 10 പ്ലസ് 1 11. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഈ മൊത്തം ലൂപ്പിൽ നിന്ന് പ്രോഗ്രാം ഇന്ന് പുറത്തിറങ്ങും. ഇത്രയാണ്. അപ്പൊ ഇതായിരിക്കും ഔട്ട്പുട്ട്. 1 2 3 4 5 6 7 8 9 10 വരെ പ്രിന്റ് ആവും. ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ഫോർ ലൂപ്പ് വെച്ച് എഴുതിയതാണ്. ഇനി ഈ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് വൈൽ ലൂപ്പ് വെച്ചും ഡു വൈൽ ലൂപ്പ് വെച്ചും എഴുതാം. അതിന് മുന്നേ രണ്ടിന്റെയും സിന്റാക്സ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ വൈലിന്റെ സിന്റാക്സ് ആദ്യം വൈൽ ബ്രാക്കറ്റിനുള്ളിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുക. സിന്റാക്സുകളെല്ലാം നിങ്ങൾ നല്ലപോലെ പഠിക്കുമ്പോൾ പ്രോഗ്രാമിംഗ് ഈസിയാവും. അതിനുള്ളിലേക്ക് ഫസ്റ്റ് എഴുതേണ്ടത് ഇനിഷ്യലൈസേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇനിഷ്യലൈസേഷൻ ഉള്ളത് ഇവിടെയും എഴുതാം, അതുപോലെ തന്നെ ഈ വയലിന്റെ മേളിലായിട്ട് ഇവിടെയും എഴുതാം. ആദ്യം ഇനിഷ്യലൈസേഷൻ, അടുത്ത നെക്സ്റ്റ് ലൈനിൽ വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇവിടെ സെമിക്കോളൻ യൂസ് ചെയ്യരുത്, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി ഓഫ് ലൂപ്പ്,
നെക്സ്റ്റ് ലൈനിൽ ഇനി ഒരു എലമെന്റ് ഉണ്ട്, ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി, അപ്ഡേഷൻ. അപ്പൊ അടുത്തൊരു അപ്ഡേഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് വൈലിന്റെ സിന്റാക്സ്. ആദ്യം ഇനീഷ്യലൈസേഷൻ എഴുതുക, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിന് പാരലൽ ആയിട്ട് ഡു വൈലും കൂടെ എഴുതാം. കാരണം ഡു വൈലും വൈലും തമ്മിൽ കുറെ കാര്യങ്ങൾ സിമിലർ ഉണ്ട്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. വൈലുള്ളതുപോലെ ആദ്യം ഇനിഷ്യലൈസേഷൻ ഇവിടെയും വരും. ഇനിഷ്യലൈസേഷൻ, ഓക്കെ, സെമിക്കോളൻ. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പൊ എഴുതുന്നില്ലേ, ഇവിടെ ഞാൻ എഴുതുന്നില്ല. അതിന് പകരം ആ ഒരു ലൈനിൽ ഏതാണ് ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിലെ ബോഡി, നെക്സ്റ്റ് ലൈനിൽ അപ്ഡേഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളത് ഇവിടെ എഴുതുന്നതിന് പകരം ഡു വൈലില് കർലി ബ്രാക്കറ്റ് കഴിഞ്ഞായിരിക്കും പറഞ്ഞത്. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതോടെ എടുത്ത് ഞാൻ ഈ ഭാഗത്തേക്ക് എഴുതുന്നു, വേറെ ഒരു മാറ്റവും ഇല്ല. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, ഷോർട്ട് ഫോമിൽ എക്സ്പ്രഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇടില്ല, അവിടെ എന്ത് എഴുതുക, ഈ ഡു എന്നുള്ള കീവേഡ്. അപ്പൊ സിന്റാക്സ് ഇങ്ങനെയാണ്. വൈലിന്റെ സിന്റാക്സ് ഇനിഷ്യലൈസേഷൻ വൈൽ, അതിനുള്ളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതേസമയം ഡു വൈലിലാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇനിഷ്യലൈസേഷൻ ഉണ്ട്, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതിയത് അവിടെ ഡു എന്ന് എഴുതണം. കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബോഡി, അപ്ഡേഷൻ, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ താഴേക്ക് എഴുതി. ഇനി വൈൽ സിന്റാക്സില് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് സെമി കോളൻ ഇല്ല. പക്ഷേ ഡു വൈലിന്റെ സിന്റാക്സിൽ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ഒരു സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കണം. അത് മറന്നു പോകരുത്, എടുത്ത് പറയുകയാണ്. ഇവിടെ സെമി കോളൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും ഇടാൻ മിക്കവാറും പേര് മറന്നു പോകാറുണ്ട്. അങ്ങനെ സെമി കോളൻ യൂസ് ചെയ്യാതിരുന്നാൽ അത് എറർ കാണിക്കും, പ്രോഗ്രാം കോഡ് റണ്ണാകത്തില്ല, എറർ കാണിക്കും. സോ അത് മറന്നു പോരുത്. നോർമൽ സാധാരണ വയലിൻ്റെതിൽ ഇവിടെ സെമിക്കോളൻ ഇല്ല, പക്ഷേ ഡു വയലിൽ വരുന്ന വയലിൽ സെമിക്കോളൻ ഉണ്ട്. അപ്പൊ ഇതാണ് വയലിന്റെയും ഡു വയലിന്റെയും സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിന്റാക്സ് നല്ലപോലെ പഠിക്കുക. ഇനി ഈ സെയിം ഡു വയൽ തൊട്ട് മുന്നേ നമ്മളൊരു 4ന്റെ ഒരു എക്സാമ്പിൾ ചെയ്തില്ലേ, ഫോർ ലൂപ്പ്, ആ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് വൈൽ ഡു വൈൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇപ്പൊ നേരത്തെ 4ന്റെ ഇനിഷ്യലൈസേഷൻ എന്തായിരുന്നു? ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? I = 1. അപ്പൊ ഇവിടെ ഇനിഷ്യലൈസേഷൻ എവിടെയാണ്? ഇവിടെയായിരുന്നു. അപ്പൊ അതിന് പകരം എന്ത് എഴുതുക? I = 1. ഓക്കെ, വൈൽ എഴുതി. ടെസ്റ്റ് എക്സ്പ്രഷൻ, നേരത്തെ അവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? I < ≤ 10 ആയത് അല്ലേ? അപ്പൊ അത് ടെസ്റ്റ് എക്സ്പ്രഷൻ വരെ ഇവിടെ വരും. ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ചെറുതായതുകൊണ്ട് മാറ്റി എഴുതുന്നേ ഉള്ളൂ, വേറെ ഒരു മാറ്റങ്ങളൊന്നും വരത്തില്ല. അവിടുത്തെ സംഭവം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് എന്തായിരുന്നു അവിടുത്തെ ബോഡി? printf I എന്നുള്ളതായിരുന്നു അവിടുത്തെ ബോഡി അല്ലേ? പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ് ലൈനിലെ? അപ്ഡേഷൻ ആയിരുന്നു അല്ലേ? അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1 കൂട്ടി. അപ്പൊ ഇവിടത്തെ ഈ പ്രോഗ്രാമിൽ ഐയുടെ വാല്യൂ 1 കൂട്ടുന്ന ഒന്നുകിൽ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ അപ്ഡേഷൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം. I = I+1 പുറത്തെഴുതി. ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. I = I+1 എന്നല്ലാതെ I++ എന്നുള്ള സ്റ്റേറ്റ്മെന്റും എഴുതാം, ++I എഴുതാം, അതും അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി സെയിം പ്രോഗ്രാം ഡു വൈലാണ് എഴുതിയിരുന്നെങ്കിലോ? എല്ലാം സെയിം ആണ്, ചെറിയ 2 മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എളുപ്പം ഇരിക്കത്തില്ലേ? I = 1 ഡു, ബോഡിക്കുള്ള എന്ത് എഴുതണം? ബോഡി, അപ്ഡേഷൻ ഇവിടുത്തെ സെയിം കോപ്പി ചെയ്താൽ മതി. printf I = I+1 then curly bracket ക്ലോസ് ചെയ്ത് വൈലിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ് അവിടുത്തെ? ഐയുടെ വാല്യൂ < > 10 ആണോ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഡു വൈലിന്റെ സ്റ്റേറ്റ്മെന്റും വൈൽ സ്റ്റേറ്റ്മെന്റും. അപ്പൊ ഇപ്പൊ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ 4 വൈൽ ഡു വൈൽ മൂന്നിന്റെയും സിന്റാക്സ് നോക്കി, മൂന്നിന്റെയും എക്സാമ്പിൾസും നോക്കി. മൂന്നിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ അനുസരിച്ച് യൂസ് ചെയ്യാം. ഇന്ന ടൈപ്പ് അങ്ങനെയൊന്നുമില്ല, മൂന്നും ഒരേപോലത്തെ ലൂപ്പുകൾ തന്നെയാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ ലൂപ്പ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C ആയിരുന്നു. അതിലാണ് ടൈപ്പ് ബ്രാഞ്ചിങ്ങും
ലൂപ്പിങ്ങും പഠിച്ചു. ലൂപ്പിങ്ങിന്റെ വേറൊരു പേരാണ് ഐട്രേഷൻ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നും ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നും ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. അതുപോലെ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് എന്നും സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും ഒക്കെ പറയാറുണ്ട്. ബ്രാഞ്ചിങ്ങിൽ പഠിച്ചത് ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ്, സ്വിച്ച്, ഗോ ടു, ഇത്രയാണ് പഠിച്ചത്. ലൂപ്പിങ്ങില് വൈൽ, ഡു വൈൽ, ഫോർ 3 ലൂപ്പാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്